പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിണറായി വിജയനെയും മകളെയും രക്ഷപ്പെടുത്താൻ CPM-ൻ്റെ നേതാക്കൾ നടത്തിയിട്ടുള്ളൊരു ഹീനമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 26ഓളം പാവപ്പെട്ട CPM അണികൾ ഒരു മാസത്തിലധികമായി ജയിലിൽ കിടക്കുകയാണ്. അവർ ഈ അടുത്ത കാലത്തെങ്ങും പുറംലോകം കാണും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ വാദം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സർക്കാർ സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു പ്രഗത്ഭനായിട്ടുള്ളൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അതിനകത്ത് നിയമിച്ചിരിക്കുന്നു. അതിൻ്റെ വാദം നടക്കവേ അവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഈ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡർ ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ കോടതി പരിശോധിക്കണം എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടതായി നമ്മൾ കണ്ടു. അത് കോടതി പരിശോധിച്ചതായി നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഇത് സുസംഘടിതമായി ചെയ്ത ഒരു പണിയാണ്, അതുകൊണ്ട് തന്നെ ഇവർ പുറത്തു പോകുന്നത് കേസിൻ്റെ അന്വേഷണത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കാനേ പാടില്ല എന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത്. എന്തായാലും ആ ജയിലിൽ കിടക്കുന്ന 26 പാവപ്പെട്ട അണികൾ അവരടുത്ത കാലത്തെങ്ങും ജാമ്യം ലഭിച്ച് പുറത്തു വരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർക്ക് 1.5 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടുന്നതാണ്. പക്ഷേ ഈ വിഷയം വളരെ ഗൗരവമായതുകൊണ്ടും ഇറ്റ് ഈസ് ആൻ അറ്റാക്ക് അഗൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്നാണ് ഒരു കോടതി വേറൊരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ നേരത്തെ ഒരു വിധിയിൽ പറഞ്ഞു. അതുകൊണ്ട് ഇവർ ഇപ്പോഴെങ്കിലും പുറത്തു വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. ഈ കേസ് ചിലപ്പോൾ 2-3 മാസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ കേസ് അവസാനിക്കും. ഇപ്പോൾ ഈ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണം നേതാക്കന്മാരിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ ഇന്ന് വന്നിട്ടുണ്ട്. MV ഗോവിന്ദൻ്റെ വരെ ഫോണ് ചിലപ്പോൾ പരിശോധിക്കാനിടയുണ്ട് എന്നുള്ള നിലയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ജയിലിൽ കിടക്കുന്ന 26 പേരുടെ കുടുംബാംഗങ്ങൾ അവരടിയന്തരമായി എന്ത് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? മെയ് 27-ാം തീയതി വിജയൻ്റെയും മകളുടെയും വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതി ഉത്തരവിൻ്റെ ഭാഗമായി അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ബോധ്യമുള്ള ഒരു കേസിൽ വിജയൻ്റെ മകൾ വീണയെ ചോദ്യം ചെയ്യാൻ ബേക്കറി ജംഗ്ഷനിൽ വിജയനും മകളും താമസിക്കുന്ന വീട്ടിൽ രാവിലെ 6-6:30 മണിയായപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എത്തി. അതിലെന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ നമുക്ക്? കാരണം അത് തികച്ചും നിയമപരമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ വന്നത്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തുടരാമെന്ന് മെയ് 26-ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നൊരു വിധി വന്നു. അപ്പോൾ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ആ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ കേസിൽ പ്രതിയാവാനിടയുള്ള അല്ലെങ്കിൽ ഈ കേസിൽ SFI അന്വേഷണത്തിൽ 11-ാം പ്രതിയായിട്ടുള്ള വിജയൻ്റെ മകൾ വീണയുമായി ബന്ധപ്പെട്ട് വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിജയൻ്റെ മകളുടെ വീട്ടിൽ വന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വിജയന് പങ്കുള്ളതായി ഇതുവരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിട്ടില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നത് വിജയനെ കാണാനല്ല, വിജയൻ്റെ മകളെ കാണാനാണ്. വിജയനാണ് CPM-ൻ്റെ നേതാവ്, വിജയനാണ് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, വിജയനാണ് CPM-ൻ്റെ 10 വർഷത്തെ മുഖ്യമന്ത്രി, വിജയനാണ് CPM-ൻ്റെ പ്രതിപക്ഷ നേതാവ്. ആ വിജയന് ഈ കേസിൽ ഇതുവരെ ഒരു പങ്കുമുണ്ട് എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിട്ടില്ല, നമുക്കറിയാം എന്നുള്ളതേ ഉള്ളൂ. ആ വിജയൻ്റെ മകളെ കണ്ട് ചില കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ട് ആണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നത്. ആ മകൾ CPM അല്ല, അവർ CPM-ൻ്റെ അംഗമല്ല, അവർ CPM-ൻ്റെ ഒരു ഭാരവാഹിയല്ല, അവർ CPM-ൻ്റെ നേതാവായിട്ടുള്ള വിജയൻ്റെ മകൾ ആയിട്ടുള്ള വീണ മാത്രമാണ്. ആ വീണയെ കാണാനാണ് അവർ വന്നത്. അതിലെന്താണ് സുഹൃത്തുക്കളെ തെറ്റുള്ളത്? എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അവിടെ CPM നേതാക്കന്മാരെന്താ ചെയ്തത്? CPM നേതാക്കന്മാർ 100-300 CPM-ൻ്റെ പാവപ്പെട്ട അണികളെ അവിടെ വിളിച്ചു വരുത്തി. എന്തിന്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അതിന് യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം വീണ എന്ന് പറഞ്ഞ സ്ത്രീയെ കാണാനാണ് വന്നത്. അവർക്ക് CPM-ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ അച്ഛൻ CPM-ൻ്റെ നേതാവാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെയെങ്ങും ഒരാളും വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വീണയെ പിന്നീട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 2 പ്രാവശ്യം എറണാകുളത്ത് വിളിച്ച് ചോദ്യം ചെയ്തപ്പം അവിടെയൊന്നും ഒരു CPM-ൻ്റെ ഒരു പൂച്ചക്കുഞ്ഞിനെ അവിടെ കണ്ടില്ല, അവിടെ ആരും കണ്ടില്ല. എന്നാൽ ഇവിടെ എന്ത് ചെയ്തു? CPM-ൻ്റെ നേതാക്കന്മാർ തികച്ചും അനാവശ്യമായി 100-300 പാർട്ടി അണികളെ അങ്ങോട്ടത്തേക്ക് വിളിച്ചു വരുത്തി. ആലോചിച്ച് നോക്കണം, നമ്മൾ ഒരു തെറ്റും കുറ്റവും ചെയ്യാത്ത CPM-ൻ്റെ അണികളാണ്, അവരെ വിളിച്ചു വരുത്തി.
വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്തു? അവരെ പ്രകോപിപ്പിച്ചു. ഈ നേതാക്കന്മാർ തങ്ങളുടെ പ്രസംഗത്തിലൂടെയെല്ലാം അവരെ പ്രകോപിപ്പിച്ചു. വിജയനെ വീട്ടുതടങ്കലിലാക്കി, നമ്മൾ അതിനെതിരെ പോരാടണം എന്നൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിച്ചു. അങ്ങനെ പ്രകോപിതരാക്കി അണികളെ നിർത്തി. ആര്? നേതാക്കന്മാർ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ പ്രകോപിതരാക്കി നിർത്തിയ ആ അണികൾ അവിടെ നിൽക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി വന്നപ്പോൾ പ്രകോപിതരായിട്ടുള്ള ഈ പാവപ്പെട്ട അണികൾ നേതാക്കന്മാരുടെ പ്രകോപനം ഒന്നുകൊണ്ട് മാത്രം ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും അത് ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കണ്ടതല്ലേ. അവർ വന്ന് വണ്ടി അടിച്ചു തകർത്തു, അവർക്കെതിരെ കല്ലും കട്ടയും കോലുമൊക്കെയായി ആക്രമിച്ചു, അവർക്കെതിരെ ചീമൂട്ട എറിഞ്ഞു. അങ്ങനെ അവരെ അതിക്രൂരമായി ആക്രമിച്ചു. ആരാക്രമിച്ചു? ഈ അണികൾ ആക്രമിച്ചു. എങ്ങനെ ആക്രമിച്ചു? നേതാക്കന്മാരുടെ പ്രകോപനം കൊണ്ട് ആക്രമിച്ചു. നേതാക്കന്മാരെ പ്രകോപിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് വീണയെ കാണാനല്ലേ വന്നത്? ആക്രമിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വിജയൻ പുറത്തേക്ക് വന്നിട്ട് കൈപൊക്കിയിട്ട് പറഞ്ഞു നമുക്കൊരുമിച്ച് പോരാടാമെന്ന് പറഞ്ഞു. അപ്പോൾ വിജയനും പ്രകോപിപ്പിച്ചു. അങ്ങനെ 100-300 സാധാരണ പാർട്ടി അണികളെ CPM-ന്റെ നേതാക്കന്മാർ അനാവശ്യമായി പ്രകോപിപ്പിച്ച് അവരെ കൊണ്ടു ചെന്ന് കുഴപ്പത്തിൽ ചാടിച്ചു. ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ കുറ്റം മാറി. ഒരു കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയാണ് ആക്രമിച്ചത്. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയാണ് ആക്രമിച്ചത്. അവരുടെ കൃത്യനിർവഹണമാണ് തടഞ്ഞത്. അത് വളരെ ഗൗരവതരമായിട്ടുള്ള വകുപ്പാണെന്നുള്ളത് പിന്നീട് മനസ്സിലായി. അത് വലിയ കേസായി. ആ കേസ് ഇപ്പം ഡെവലപ്പ് ചെയ്ത് ഈ ജയിലിൽ പോയവർക്കൊന്നും അടുത്ത കാലത്തെങ്കിലും ജാമ്യം കിട്ടില്ല എന്നുള്ള നിലയിലേക്ക് വന്നു. അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കക്ഷി ചേർന്നു. അത് സർക്കാർ വളരെ ഗൗരവമായിട്ട് അത് പരിഗണിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ എന്താ സംഭവിച്ചത്? ജയിലിൽ കിടക്കുന്ന 10-26 പാവപ്പെട്ട അണികൾ അവരൊന്നും അറിയാത്തവരാണ്. അവരോട് എന്താ പറഞ്ഞത്? നമ്മുടെ നേതാവിനെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നു, നമ്മുടെ നേതാവിനെ തടഞ്ഞു വെച്ചിരിക്കുന്നു, വിജയനെ തടഞ്ഞു വെച്ചിരിക്കുന്നു, നമ്മൾ അവർക്കെതിരെ പോരാടണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു വരുത്തിയാണ്. പാവങ്ങൾക്കൊന്നും അറിയില്ല. അവരുടെ പാർട്ടി വിളിച്ചു, അവർ ചെന്നു. അവിടെ ചെന്ന് അവരെ പ്രകോപിപ്പിച്ചപ്പോൾ അവരാക്രമിച്ചു. അതിനെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പാവപ്പെട്ട 26 അണികൾ ജയിലിൽ കിടക്കുന്നു. നേതാക്കന്മാരൊക്കെ സർവതന്ത്ര സ്വതന്ത്രരായിട്ട് നടക്കുന്നു. അതിലൊരാളുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച IP ബിനു, പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ഇല്ലാത്ത അസുഖങ്ങളെല്ലാം ആ ചെറുപ്പക്കാരനെ ബാധിച്ചിരിക്കുന്നു. എന്തായിരിക്കും ഈ ആ ചെറുക്കൻ്റെ അവസ്ഥ എന്ന് നമുക്കറിയാൻ കഴിയില്ല. ആരും തിരിഞ്ഞു നോക്കാനില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആരും തിരിഞ്ഞു നോക്കാനില്ല. ഏക്കെന്തോ പോയപ്പോൾ എന്തോ കൊളസ്ട്രോൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ പ്രഷറും ഷുഗറും എല്ലാം ഉണ്ടെന്നാണ് ഞാൻ വളരെ ആധികാരികമായി മനസ്സിലാക്കിയത്. വളരെ ദയനീയമാണ് ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു പാർട്ടി നേതാവ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരാളും ജയിലിൽ ചെല്ലുന്നില്ല. നിയമസഹായത്തിന് ആരും ചെല്ലുന്നില്ല. ജാമ്യം കിട്ടാനുള്ള സാധ്യതയും കുറവാണെന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇത് ചെറിയതായി ഈ ജയിലിൽ കിടക്കുന്നവരുടെ മാതാപിതാക്കളൊന്നും കാണരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ്. നേതാക്കന്മാരുടെ ഒറ്റ തെറ്റായ നടപടി കൊണ്ടാണ് 26 പേര് ഈ ജയിലിൽ കിടന്ന് എഴയേണ്ടി വരുന്നത്, ലാംഗ്വേജ് ചെയ്യേണ്ടി വരുന്നത്. അവർക്ക് നാളെ ജാമ്യം കിട്ടുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഈ ജയിലിൽ കിടക്കുന്ന ഈ പാവപ്പെട്ട അണികളുടെ ബന്ധുക്കളോടും അച്ഛനോടും അമ്മയോടും ഭാര്യയോടും ചേട്ടനോടും ഒക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ AKG സെന്ററിൻ്റെ മുന്നിലേക്ക് മാർച്ച് ചെയ്യണം. നിങ്ങളുടെ മക്കളെയും സഹോദരനെയും മകനെയും ഒക്കെ ജയിലിലാക്കിയ ഗോവിന്ദനും വിജയനുമെതിരെ നിങ്ങൾ AKG സെന്ററിന് മുന്നിൽ പോയി സമരം ആരംഭിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ AKG സെന്ററിന് മുന്നിൽ പോയി നിരാഹാര സമരം ആരംഭിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അവിടെ ചെന്നിട്ട് ഈ നേതാക്കന്മാരോട് ചോദിക്കണം, എന്ത് പഠിച്ചു എൻ്റെ മകൻ എന്ന് അമ്മമാർ ചോദിക്കണം. എന്ത് പഠിച്ചു എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് മക്കൾ ചോദിക്കണം. എന്ത് പഠിച്ചു എൻ്റെ സഹോദരൻ എന്ന് സഹോദരിമാർ ചോദിക്കണം. എന്തിനാണ് ഞങ്ങളുടെ മക്കളെയും ബന്ധുക്കളെയും ഒക്കെ ഇതുപോലെ ജയിലിലാക്കിയത് എന്ന് ചോദിക്കണം. നിങ്ങളുടെ ആരുടെയും മക്കൾ ജയിലിലില്ലല്ലോ എന്ന് നേതാക്കന്മാരോട് നെഞ്ചു വിയർത്ത് എന്ന് ചോദിക്കണം. സത്യാഗ്രഹ സമരത്തിലേക്ക് പോകണം എന്നാണ് ഈ ജയിലിൽ കിടക്കുന്നവരുടെ ബന്ധുക്കളോട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ വിനയപൂർവ്വം എനിക്ക് ചോദിക്കാനുള്ളത്.